ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സമയം ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു സാക്ഷിയായി നിലനിൽപ്പാൻ ദൈവം എന്നെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 116 സങ്കീർത്തനം വായിക്കുമ്പോൾ, യഹോവ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തന്റെ ചെവി എങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. മരണവാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ, യഹോവ എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയോട് നിലവിളിച്ചു. ഇത് എൻ്റെ അനുഭവത്തിലെ ഒരു വാക്യമാണ് ഞാൻ ഇവിടെ പറയുവാനിടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേര് ഗ്രേസമ്മ സാംസൺ എന്നാണ്. എൻ്റെ ഭവനം, അതായത് എൻ്റെ വീട് അടൂർ പഴകുളം എന്ന പ്രദേശത്താണ്. ഞാൻ പെന്തക്കോസ്ത് മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെടുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. എനിക്ക് 4 സഹോദരങ്ങളാണുള്ളത്. അവരൊക്കെയും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാണ്. എന്നാൽ എൻ്റെ ജനനം മുതൽ പെന്തക്കോസ്ത് മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ടതുകൊണ്ട് വളരെ ദൈവഭയത്തിൽ കർത്താവിനെ ആരാധിപ്പാൻ മാതാപിതാക്കൾ ഞങ്ങളെ ഇടയാക്കി. ചെറുപ്രായത്തിൽ തന്നെ ആ രീതിയിൽ ഞങ്ങളെ വളർത്തുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. നല്ല വിദ്യാഭ്യാസം ഞങ്ങൾ 4 പേർക്കും മാതാപിതാക്കൾ ഒരുക്കി തന്നു. എൻ്റെ പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷമായിട്ട് ഞാൻ ടൈപ്പും ഷോർട്ട് ഹാൻഡും പഠിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ ചെറുപ്രായത്തിൽ ഞങ്ങളുടെ ഭവനത്തിൽ സഭായോഗങ്ങൾ നടക്കുന്നത് ഞങ്ങളുടെ ഭവനത്തിലായിരുന്നു. എന്നാൽ അതിനുശേഷം ഇവിടെ അടുത്ത് ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിൻ്റെ ഒരു സഭ ഉണ്ടായിരുന്നു. അവിടെ ആണ് ഞങ്ങൾ പിന്നെ ആരാധിക്കുവാൻ കടന്നുപോയത്. അവിടെ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ സൺഡേ സ്കൂളിൽ പഠിക്കുകയും പഠനത്തിന് ശേഷം അവിടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും അപ്രകാരം തന്നെ അതിനുശേഷമായിട്ട് ഞാൻ ഇന്നും ചെന്ന് രാവിലെ ഹോളൊക്കെ തൂത്തുപായിടുന്ന ജോലി എൻ്റേതായിരുന്നു. അങ്ങനെ ചെറുപ്രായം മുതലേ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചു. എൻ്റെ കോളേജ് ജീവിതത്തിലും ഞാൻ കൂട്ടുകാരുമായിട്ടൊക്കെയും ജീവിക്കുമ്പോൾ അവരെന്നെ മറ്റ് സിനിമകളിലൊക്കെ കാണുവാനൊക്കെ ക്ഷണിക്കാൻ പോകുമ്പോഴും ഞാൻ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി. ആ സമയത്തും ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാനുള്ള കൃപ ദൈവം ഞങ്ങൾക്ക് നൽകി തന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ടൈപ്പും ഷോർട്ട് ഹാൻഡും പഠിക്കുവാനിടയായി. ആ സമയത്ത് പല ദാസന്മാരെ എനിക്ക് വിവാഹമൊക്കെ ആലോചിച്ചു. എന്നാൽ എൻ്റെ സഹോദരിയെ ഒരു പാസ്റ്ററാണ് വിവാഹം കഴിച്ചത്. എൻ്റെ ഇളയ സഹോദരൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അങ്ങനെ അപ്രകാരമായതുകൊണ്ട് ഒരു പാസ്റ്റർമാരെ വിവാഹം ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പാസ്റ്റർമാരെ വേണ്ട, ഞാനൊരു ജോലിയുള്ള ഒരാളെ മതി. അങ്ങനെ വാശി പിടിക്കുവാനിടയായി. അങ്ങനെ ഇരുന്ന സമയത്താണ് എൻ്റെ ഇളയ ബ്രദർ ഇതുപോലെ നേപ്പാളിൽ ഒരു സ്കൂളിൽ അധ്യാപകനായിട്ടൊക്കെ ജോലി നോക്കിയായിരുന്നു. അപ്പോൾ അവിടെ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ അപ്പോൾ ടൈപ്പും ഷോർട്ട് ഹാൻഡും കഴിഞ്ഞ് പോകാമെന്നുള്ള ചിന്തയിൽ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു വിവാഹാലോചന വന്നത്. കുമ്പനാട് എന്ന പ്രദേശത്താണ് കല്യാണാലോചന വന്നത്. അവിടെ ആലോചന വന്നു കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ആ വന്ന ആളിൻ്റെ പിതാവ് ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു. കാരണം ലോകം അറിയപ്പെടുന്ന ഒരു പ്രവാചകനായിരുന്നു. പ്രവാചകന്മാരെ വലിയ ഇഷ്ടമാണ്. കാരണം എൻ്റെ ഭവനത്തിൽ ചെറുപ്രായം മുതലേ എൻ്റെ ഭവനത്തിൽ അനേക ദൈവകർത്തദാസന്മാർ വന്ന് യോഗങ്ങൾ നടത്തുകയും പ്രവചന ശുശ്രൂഷയൊക്കെ നടത്തിയ ഒരു ഭവനമായതുകൊണ്ട് പ്രവാചനം എന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. എന്നോട് ചില ദൈവദാസന്മാരെ ആ പിതാവിനെ കുറിച്ച് പറയുവാനിടയായി. എനിക്കപ്പോൾ വളരെ സന്തോഷം തോന്നി. അങ്ങനെ ഒരു ഭവനത്തിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്നത് ഓർക്കുമ്പോൾ അങ്ങനെ ആ വിവാഹ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരസ്പരം കണ്ടു ഇഷ്ടപ്പെട്ട് തീരുമാനങ്ങളായി. എൻ്റെ വിവാഹം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഭംഗിയായി നടക്കുവാനിടയായി. അങ്ങനെ ദൈവത്തിന് സ്തോത്രം. വിവാഹം കഴിഞ്ഞ് കുമ്പനാട്ട് ഭവനത്തിൽ ഞാൻ ചെന്നു. അവിടെ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അവിടെ പ്രാർത്ഥന നടക്കുന്ന ഒരു ദിവസമാണ്. അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകർ അവിടെ പ്രാർത്ഥനയ്ക്ക് വരും. അനേക ഒരു വിഷയങ്ങൾക്ക് വേണ്ടി വിടുതൽ പ്രാപിക്കുന്നതും അനേക ഭൂതങ്ങൾ അലറി ഓടുന്നതൊക്കെ എനിക്ക് ഇതിൽ കാണുവാനിടയായിട്ടുണ്ട്. പിതാവ് അങ്ങനെ വളരെ ആത്മീയ ശുശ്രൂഷ നടത്തിക്കൊണ്ടു പോകുന്നു. എന്നാൽ എന്നെ കല്യാണം കഴിച്ച പ്രിയപ്പെട്ടവനൊരു വിശ്വാസിയായിരുന്നു. എങ്കിലും ദൈവത്തിന് സ്തോത്രം, ഞാൻ സന്തോഷപൂർവ്വമാണ് ഞങ്ങൾ മുന്നോട്ട് കടന്നുപോയത്. അങ്ങനെ അതിനോടനുബന്ധിച്ച് അദ്ദേഹത്തിന് ജോലി ബോംബെയുടെ പ്രദേശത്തായിരുന്നു. അവിടെ ഇലക്ട്രീഷ്യൻ്റെ വർക്കിൽ ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കൂടെ കടന്നു പോയിരുന്നില്ല. ഞാനപ്പോൾ നാട്ടിലായിരുന്നപ്പോൾ ഞാൻ മൂത്ത കുഞ്ഞിനെ ആ സമയത്ത് ഗർഭിണിയായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെയും ഇവിടെയായിട്ടൊക്കെ താമസിച്ചുകൊണ്ടിരുന്നു. പ്രസവ സമയമായപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അടൂര് അഡ്മിറ്റ് ആക്കുവാനിടയായി. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അനേക പ്രവാചകന്മാർ ചെറുപ്പത്തിൽ തന്നെ എന്നോട് പ്രവചിച്ചു പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ദൈവദാസന്റെ ഭാര്യയായിത്തീരും എന്ന് അനേകർ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് വലിയ നല്ല നല്ല പ്രവാചകന്മാർ വന്ന് പ്രവചിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ അച്ഛൻ്റെ 2 പെൺമക്കളും സുവിശേഷ വേലക്കാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് കളഞ്ഞിട്ടാണ് ഞാൻ എനിക്കൊരു ജോലിക്കാരനെ മതി എന്നുള്ള രീതിയിൽ ഞാൻ ആ രീതിയിലേക്ക് പോയത്. എന്നാൽ ആ സമയം
അടൂര് ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ആക്കിയപ്പോൾ 4 മണിക്ക് ഞാൻ ചെന്ന് അവിടെ അഡ്മിറ്റായി. 4 മണി കഴിഞ്ഞ് എന്നെ ലേബർ റൂമിലോട്ട് കയറ്റി. പ്രസവ സമയത്തിനുള്ള കാര്യങ്ങളൊക്കെയായി ഞാൻ വളരെ വേദനകളും പ്രയാസങ്ങളും അനുഭവിച്ചു. ഞാനിങ്ങനെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ വേദന കൊണ്ട് ഇങ്ങനെ വളരെ വിഷമത്തിലൊക്കെ ആയിരുന്നു. 4 മണിയായി, 5 മണിയായി, 6 മണിയായി. എൻ്റെ വീട്ടുകാരും എനിക്കുള്ളവരൊക്കെ ആ ഗവൺമെൻറ് ആശുപത്രിയിൽ വെളിയിലുണ്ട്. എന്നാൽ 7 മണിയായി, 8 മണിയായിട്ടും എൻ്റെ പ്രസവമൊന്നും നടക്കുന്നില്ല. ആ സമയത്ത് ഒരു ഡോക്ടർ എന്നെ അവിടെ ഉണ്ടായിരുന്നു നോക്കുവാനായിട്ട്. ആ ഡോക്ടർ ഇങ്ങനെ അവിടെ വന്ന് എന്നോട് പറഞ്ഞു, "നീ എളുപ്പം പ്രസവിക്കുക, എനിക്ക് വീട്ടിൽ പോകണം, പെട്ടെന്നാകട്ടെ" എന്നൊക്കെ പറഞ്ഞ് ആ ഡോക്ടർ എന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ ഭയപ്പെടുത്തുവാനിടയായി. ഞാൻ ആ സമയത്തും എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചിങ്ങനെ അവിടെ ആയിരുന്നപ്പോൾ സമയമായപ്പോൾ ഞാൻ എന്നോട് കയറി കിടക്കുവാൻ പറഞ്ഞ ലേബർ റൂമിൽ ഞാൻ കയറി കിടന്നു. അപ്പോൾ പ്രസവത്തിന് ഇച്ചിരി താമസം വന്നപ്പോൾ ആ ഡോക്ടർ എന്നെ പെട്ടെന്ന് പ്രസവത്തിന് എടുക്കുവാൻ വേണ്ടി ഈ കുടിലിട്ട് കുഞ്ഞിനെ ഇങ്ങനെ വലിച്ചെടുക്കുവാനിടയായി. ആ സമയത്ത് ഡോക്ടർ അങ്ങോട്ട് കടന്നുപോയി കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരു വിമിഷ്ടം പോലെ തോന്നി. എന്നെ എന്തോ അകത്തുനിന്ന് എന്തോ ഒരു പ്രയാസം പോലെ തോന്നി. ഞാൻ പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്നപ്പോൾ ഇങ്ങനെ ഡോക്ടർ അയ്യോന്ന് വെക്കുന്നതായിട്ട് ഞാൻ കാണുവാനിടയായി. അപ്പോൾ ഞാൻ ചിന്തിച്ച് എന്താണ് എനിക്ക് സംഭവിച്ചത്. ഇത്തിരി കഴിഞ്ഞപ്പോൾ ബ്ലഡ് എൻ്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ പോകുന്നതായിട്ട് അറിയുവാനിടയായി. നല്ലതായിട്ട് എനിക്ക് കേൾക്കാം. ഈ പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം എങ്ങനെയാണ് പോകുന്നത് അതുപോലെ ബ്ലഡ് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഡോക്ടർ ആകെ വിഷമിച്ചു. അവിടെയുള്ള സിസ്റ്റേഴ്സും എല്ലാവരും കടന്നു വന്ന് എന്നെ അവരാകുന്നത് അതിനുള്ള പോം വഴികൾ നോക്കി ഒന്നുകൂടി നടക്കുന്നില്ല. അവർ പെട്ടെന്ന് ആ റൂമിലൊക്കെ പെട്ടെന്ന് ഒരു വിഷമം ഉണ്ടായി. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നത് കണ്ടപ്പോൾ എനിക്കും ഒരു ഭയം തോന്നി. ഞാൻ പറഞ്ഞു, എന്താണ് ഡോക്ടറെ എനിക്ക് സംഭവിച്ചത്? അപ്പോൾ അവർ പറഞ്ഞ്, ഒന്നുമില്ല, നീ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുവാൻ പറഞ്ഞു. ആ സമയത്ത് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. ചെറുപ്രായം മുതലേ ദൈവസന്നിധിയിൽ നിലനിന്നതും വിവാഹാലോചനകളൊക്കെ വന്നപ്പോൾ ദൈവമേ കർത്തദാസന്മാരെയൊക്കെ ആലോചിച്ചപ്പോഴൊക്കെ എനിക്കത് വേണ്ട, കർത്തൃവേല വേണ്ട എന്നൊക്കെ ഞാൻ കർത്തദാസന്മാരെ ആലോചന പറഞ്ഞതൊക്കെ ഞാൻ അവിടെ നിന്ന് ഓർക്കുവാനിടയായി. ദൈവത്തിൻ്റെ സ്തോത്രം. ആ സമയം എൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ ഉള്ളുമായിട്ട് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും ചെയ്യുവാനിടയായി. ആ സമയത്ത് ഡോക്ടർമാർ അവിടെ സിസ്റ്റർമാരും ഒക്കെ വലിയ ബഹളങ്ങളാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കാണുവാനിടയായി. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവ് ഡോക്ടർ വെളിയിൽ നിന്ന് ചെന്ന് ചോദിച്ചു, ഗ്രേസിയുടെ ആൾക്കാർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് കയറി വരണം. അപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞുമായിട്ട് ഒരു കുഞ്ഞിനെ എടുത്തു. ഒരു ആൺകുഞ്ഞായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. ആ കുഞ്ഞിനെ എടുത്ത് എന്നെ ഇങ്ങനെ കാണിക്കുവാനിടയായി. എന്നിട്ട് ആ മാതാവിൻ്റെ കയ്യിലിട്ട് കുഞ്ഞിനെ കൊടുത്ത. അത് കഴിഞ്ഞാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോഴവർ ഓടി വന്ന് എന്നോട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അപ്പോൾ എനിക്കൊരു ഭയം പോലും ഉണ്ടായി. എനിക്ക് മനസ്സിലായി ഞാൻ മരിക്കുവാറൊക്കെ ആയെന്നുള്ള ചിന്ത എന്നെ അലട്ടുവാനിടയായി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ മകനെയും എൻ്റെ മാതാവിനെയും ഒന്ന് കാണണം എന്ന് പറയുവാനിടയായി. അപ്പോൾ ആ സമയത്ത് മാതാവ് എൻ്റെ കൊച്ചമ്മയും എൻ്റെ കുഞ്ഞുമായി കടന്നു വന്ന് എൻ്റെ അടുത്തേക്ക് ഞാൻ പറഞ്ഞു, അമ്മ, ഞാൻ മരിച്ചു പോകും, നിങ്ങളൊന്നും വിഷമിക്കണ്ട, ഈ കുഞ്ഞിനെ നിങ്ങൾ വളർത്തിക്കൊള്ളണം, ഞാൻ മരിച്ചാലും നിങ്ങളാരും ഭാരപ്പെടണ്ട എന്ന് പറയുവാനിടയായി. എന്നാൽ ആ സമയത്ത് മുമ്പനായിട്ടുള്ള എൻ്റെ ഹസ്ബൻഡിൻ്റെ പിതാവ് അപ്പച്ചനിങ്ങനെ ട്രിവാൻഡ്രത്ത് ഒരു ശുശ്രൂഷയിലേക്ക് കടന്നു പോയിരിക്കുന്നു. അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശുശ്രൂഷയുടെ ഇടയിൽ പിതാവിന് പെട്ടെന്ന് എന്നെക്കുറിച്ച് എന്തോ ഒരു പ്രയാസമുണ്ടായി. അവിടെ ശുശ്രൂഷ പെട്ടെന്ന് നിർത്തിയിട്ട് പിതാവ് പറഞ്ഞു, എൻ്റെ മരുമകൾ ശാരീരികമായി അസ്വസ്ഥയായിട്ട് ഇരിക്കുന്ന സമയമാണ്, അവൾക്ക് എന്തോ ഒരു പ്രയാസം നേരിടുന്നതായിട്ട് ദൈവം എന്നെ കാണിക്കുന്നു എന്ന് പറയുവാനിടയായി. പിതാവ് ആ ശുശ്രൂഷ അവിടെ നിർത്തി വയ്ക്കുവാനിടയായി. പെട്ടെന്ന് ഇവിടെ അറിയിപ്പ് എന്ന് ഇതുപോലെ ഞാനിങ്ങനെ ഹോസ്പിറ്റലാണ്, ഞാൻ എപ്പോഴും കിടന്ന് അടൂര് എൻ്റെ പിതാവിനെ എനിക്കൊന്ന് കാണണം. ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവന് ബോംബെയിൽ തന്നെയാണ്, എനിക്കതറിയാം. അപ്പോൾ എനിക്ക് പിതാവിനെ ഒന്ന് കാണണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ അവിടെ കിടന്നുകൊണ്ട് ആ ഡോക്ടർമാർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മുമ്പനായിട്ട് എൻ്റെ പിതാവിനെ ഒന്ന് കാണണമെന്ന് ആ ഡോക്ടർമാരോട് പറഞ്ഞു. അവിടെ ചെന്ന് മറ്റുള്ളവരോട് അറിയിച്ചു, ഏതാണ് കുമ്പനാട്ട് പിതാവ്, ആ പെൺകുട്ടി പിതാവിനെ അന്വേഷിക്കുന്നു, ഒന്ന് കാണണമെന്നും. അപ്പോൾ പിതാവ് ആ സമയത്ത് തിരുവനന്തപുരത്താണ്. പെട്ടെന്ന് അറിയിച്ച് പിറ്റേന്ന് രാവിലെയാണ് പിതാവിന് കടന്നു വരുവാൻ കഴിഞ്ഞത്. എന്നാൽ രാത്രി ഞാൻ ആ സമയത്ത് ഇങ്ങനെ കിടന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മരിക്കുമെന്നുള്ളത് എനിക്കറിയായിരുന്നു. അപ്പോൾ ഇവർ കാല് രണ്ടും മുറിച്ചിട്ട് അതിനകത്ത് ബ്ലഡ് കയറ്റുവാനായിട്ട് കൊണ്ടുവന്നപ്പോൾ ബ്ലഡ് കയറുന്നില്ല. അപ്പോൾ ആകെ അസ്വസ്ഥതകളാണ്. അവരങ്ങാകെ ഭയന്നു. എല്ലാവരും, ഡോക്ടർമാരും സിസ്റ്റേഴ്സും എല്ലാം ഭയന്നു. ആകെ ബ്ലഡും ഇങ്ങനെ പോയി, ബ്ലഡ് നിൽക്കുന്നതുമില്ല. അപ്പോൾ ഞാനിത് അവിടെ കിടന്ന് ഒരു തീരുമാനം ഞാൻ എടുത്തു. ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ കഴിഞ്ഞ നാളുകളിലൊക്കെ
ചെറുപ്രായം മുതൽ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചതാണ്. എന്നാൽ ഞാൻ കർത്താവിൻ്റെ വേല ഞാൻ നിരസിച്ചവളാണ്. നീ എനിക്കൊരു ആയുസ്സും ആരോഗ്യം വല്ലതും തരുമെങ്കിൽ, എനിക്കൊരു ജീവിതം തരുമെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങിക്കൊള്ളാം എന്ന് ഞാൻ ആ കിടന്ന കിടപ്പിൽ ഞാനും ദൈവവുമായിട്ട് ഉള്ളുകൊണ്ട് ഞാനിങ്ങനെ ഒരു തീരുമാനം എടുക്കുവാനിടയായി. തീരുമാനിച്ചു കഴിഞ്ഞ് അല്പം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഛർദ്ദിക്കുവാനിടയായി. ഇങ്ങനെ ഛർദ്ദിച്ചപ്പോൾ അവർ ഭയന്നു, ആകെ ഭയന്നു കഴിഞ്ഞപ്പോൾ, ഛർദ്ദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കത് അറിയാം. പെട്ടെന്ന് ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്നും ആത്മാവെന്നിൽ നിന്നും വിട്ടുപോകാനിടയായി. ഒരു പക്ഷേ നിങ്ങൾ അതിശയോക്തി പറയുവല്ല, ഞാൻ നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെട്ട് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക്, എൻ്റെ ഭവനം പഴകുളം എന്ന് പറയുന്ന പ്രദേശത്താണ്, കടന്നു വന്ന് എൻ്റെ ഭവനത്തിൽ വന്ന് എൻ്റെ സഹോദരി കുഞ്ഞുങ്ങളൊക്കെ വിശ്രമിക്കുന്നു. അവിടെ വന്ന് ഞാൻ അവരെയൊക്കെ ഒന്ന് നോക്കി കണ്ടിട്ട് എൻ്റെ ആത്മാവ് ഇങ്ങനെ ഇവിടെ ഈ ഭൂമിയിൽ കൂടി ഇങ്ങനെ ഇങ്ങനെ കടന്നു പോകാനിടയായി. കടന്നു പോയിട്ട് എൻ്റെ അടുത്തൊരു സഹോദരി, ഇവിടെ അടുത്ത ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരി കഴിഞ്ഞ നാളുകളിലൊക്കെ അവൾ ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ച് മരിച്ചൊരു വ്യക്തിയാണ്. എൻ്റെ ഒരു കൂട്ടുകാരിയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഭവനത്തിനടുത്താണ് ആ പെണ്ണിൻ്റെ വീട്. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ആ പെണ്ണ് എൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു, ഗ്രേസി വാ, എനിക്ക് കൂട്ടുകാരൊന്നുമില്ല, നമുക്ക് ഈ ഭൂമിയിൽ കൂടെ നടക്കാം. എന്നെ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ നീ ഞാൻ ഒരു ദൈവ പൈതലാണ്, നീ പിശാചിൻ്റെ പൈതലാണ്, ഞാൻ എൻ്റെ ദൈവത്തേക്ക് അടുത്ത പോവുകയാണ് എന്ന് പറഞ്ഞ് എൻ്റെ ആത്മാവ് ഇവിടെ നിന്നും വേർപെടുവാനിടയായി. സ്തോത്രം. ഭൂമിയിൽ നിന്നും വേർപെട്ട് പിന്നെ എനിക്കറിയത്തില്ല, ഞാനൊരു വലിയൊരു സ്ഥലത്തേക്കാണ് എൻ്റെ ആത്മാവ് കടന്നുപോയത്. അത് ഞാൻ കടന്നു ചെന്നപ്പോൾ ഒരു വലിയ കവാടം ഇങ്ങനെ തുറന്നിങ്ങനെ ഇട്ടിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് എൻ്റെ ആത്മാവ് എന്ന് അങ്ങോട്ട് കയറാനായിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ വാതിലിൽ ഒരാൾ ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ, തല മുതൽ ഉള്ളംകാൽ വരെയും വെള്ള വസ്ത്രം ധരിച്ച് താടി ഇങ്ങനെ താടി ഇങ്ങനെ കെട്ട ഒരാൾ എൻ്റെ ഇങ്ങനത്തെ അവിടെ വന്നിരുന്നു വാതിലിൽ. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ എൻ്റെ തലയിൽ ഇങ്ങനെ കൈവച്ചു. ആ സമയം അടൂർ ഹോസ്പിറ്റലിൽ അനേകർ, എനിക്കത് കേൾക്കാം, അനേകർ അപ്പോഴവിടെ കയറിഞ്ഞ് എനിക്ക് അല്പം സീരിയസ് ആണെന്ന് അറിയുവാനിടയായി. അവർ ഡോക്ടർമാർ പറഞ്ഞു അവരോട്. അപ്പോൾ അവിടെ ഭയങ്കര പ്രാർത്ഥനയൊക്കെ എനിക്ക് കേൾക്കാമായിരുന്നു. ആ സമയത്ത് ഞാൻ അങ്ങോട്ട് ചെന്ന് വാതിലിൽ ചെന്നപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, നീ മരിച്ച് എൻ്റെ അടുക്കലേക്ക് വന്ന കുട്ടിയാണ്. എൻ്റെ ആത്മാവിന് വേണ്ടി ഭൂമിയിൽ അവർ അനേകർ ദൈവത്തോട് നിലവിളിക്കുന്നു. അതുകൊണ്ട് നിന്റെ ആത്മാവിനെ ഞാൻ ഭൂമിയിലേക്ക് വീണ്ടും വിടുകയാണ്. നീ ചെന്ന് എൻ്റെ വേല ചെയ്യണം, അനേകരോട് സുവിശേഷം പറയണം എന്നോട് ആ ശബ്ദം എൻ്റെ തലയിൽ കൈവച്ച് എന്നോട് പറയുവാനിടയായി. ആ സമയത്ത് എൻ്റെ ആത്മാവ് പെട്ടെന്ന്, എനിക്കത് നന്നായിട്ടറിയാം, പെട്ടെന്ന് എൻ്റെ ആത്മാവ് അടൂർ ഹോസ്പിറ്റലിലോട് ചെന്ന് കയറുകയാണ്. ഞാൻ ആ ഹോസ്പിറ്റലിലോട്ട് വാതിലൂടെ ചെല്ലുമ്പോൾ എൻ്റെ പിതാവൊക്കെ കിടന്ന് ഉരുളുന്നതായിട്ട് എനിക്ക് കാണുവാൻ കഴിഞ്ഞു. അവരെല്ലാം അവിടെ കിടന്ന് ഇങ്ങനെ കരഞ്ഞു ബഹളം ഉണ്ടാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അനേകരും അവിടെ പ്രാർത്ഥന നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ ആ മുറിയിലേക്ക് എൻ്റെ ആത്മാവ് പെട്ടെന്ന് ആ ഹോസ്പിറ്റലിലേക്ക് കയറി ഞാൻ അത് ആ സമയം കൊണ്ട് ഞാൻ അല്പസമയം ഡോക്ടർമാർ വന്ന് നോക്കിയപ്പോൾ ഞാൻ മരിച്ചിരിക്കുന്നു. അവർ ഭയന്നു ആകെ. ഡോക്ടർമാർ പറഞ്ഞു, കുട്ടി മരിച്ചുപോയി, നമ്മളിനി എന്ത് ചെയ്യും? അവർ വെളിയിൽ അറിയിക്കുവാൻ കഴിയാതെ അവരെ ആകെ ആശുപത്രിയിൽ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ ഈ ആത്മാവ് അല്പസമയം കൊണ്ട് ഇതെല്ലാം സംഭവ കാര്യങ്ങളെല്ലാം നടന്നിട്ട് പെട്ടെന്ന് അടൂർ ഹോസ്പിറ്റലിലൂടെ ചെന്ന് കയറുവാനിടയായി. അവിടെ ചെന്നപ്പോഴത്തേന് പെട്ടെന്ന് ജീവൻ വെച്ച് കണ്ണങ്ങ് തുറന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ചുറ്റും ഒരു ഡോക്ടറുടെ സ്ഥാനത്ത് 7-8 ഡോക്ടർമാരുണ്ട്. ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാവരും അവിടെ നിൽക്കുന്നു. അപ്പോൾ എന്നോട് ആ ദൈവശബ്ദം പറഞ്ഞില്ല, നീ പോയി സുവിശേഷം പറയണം എന്നുള്ള ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. ഞാൻ അവിടെ കിടന്ന് ഭയങ്കര അന്യഭാഷയിൽ അങ്ങോട്ട് ആരാധിക്കുവാൻ തുടങ്ങി. ആ ലേബർ റൂമിൽ ആരാധിച്ചു. കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങളെല്ലാം മാനസാന്തരപ്പെടണം, ഡോക്ടർമാരോടൊക്കെ സുവിശേഷം പറയുവാൻ തുടങ്ങി. ആ ലേബർ റൂമിൽ കിടന്നുകൊണ്ട് അപ്പോൾ എൻ്റെ ശരീരം മൊത്തം ഛർദിലും ബ്ലഡുമായിട്ട് ഞാനിങ്ങനെ അവിടെ കിടന്നുകൊണ്ടാണ് ഈ സുവിശേഷം പറയുന്നത്. കയ്യും കാലും ഒക്കെ എടുത്ത് അവർക്ക് ഇതെന്തോ അന്യഭാഷ പറയാൻ തുടങ്ങി, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്കറിയത്തില്ലല്ലോ ഈ അന്യഭാഷ എന്താണ്. അവരപ്പോൾ വിചാരിച്ചു എനിക്ക് തലയ്ക്ക് സ്ഥിരമില്ലാതായതാണ്, ഈ കുട്ടിക്ക് തലയ്ക്ക് സ്ഥിരമില്ലാതായി ആയിട്ടാണ്. അതുകൊണ്ട് ജീവൻ വെച്ചുകൊണ്ട് അവർക്ക് ഒരു സന്തോഷമായി. അതിനിടയിൽ അവിടെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. വലിയൊരു ഡോക്ടർമാരെ അടിക്കുവാൻ അനേകർ അവിടെ കടന്നു വന്ന് ലേബർ റൂമിൻ്റെ അവിടെ വന്ന് ചെരുപ്പ് ഒരു ഡോക്ടറെ അടിക്കുവാനൊക്കെ തുടങ്ങി. അങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നു. അതിനുശേഷമാണ് ഞാൻ ഈ സുവിശേഷം പറയുവാൻ തുടങ്ങിയത്. ഞാൻ അവിടെ കിടന്നുകൊണ്ട് ആത്മാവിൽ അന്യഭാഷ പറഞ്ഞപ്പോൾ അവർ വിചാരിച്ചു എനിക്ക് തലയ്ക്ക് സ്ഥിരമില്ല ഇതാണ്. പക്ഷെ ഞാൻ സുബോധത്തോട് തന്നെയാണ് പറഞ്ഞത്. എന്നോട് ആ ദൈവശബ്ദം പറഞ്ഞതുകൊണ്ട് എനിക്കപ്പോൾ 7-8 പേര് നിന്നപ്പോൾ അവരോട് സുവിശേഷം പറയാമെന്നുള്ള രീതിയിൽ അവരോട് പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും കിടന്ന് ലേബർ റൂമിൽ കിടന്ന 2-3 സ്ത്രീകൾ സഹോദരിമാരുണ്ട്. അവർ ഇറങ്ങി ഓടുവാനിടയായോ, ഞങ്ങൾക്ക് പ്രസവിക്കേണ്ടതൊന്നും കാണണ്ടെന്ന് ഒരു ഭയന്ന് അവരെല്ലാം ഓടുവാനിടയായി. ആ സമയത്ത് ആ ഡോക്ടർമാർക്ക് ഒരു പെട്ടെന്നൊരു ധൈര്യം ഉണ്ടായി. കാരണം ഞാൻ
ജീവൻ പ്രാപിച്ചുവല്ലോ, അവർ വെളിയിൽ ചെന്ന് കടന്നു എന്ന് പറഞ്ഞു. എൻ്റെ ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് ഈ കുട്ടിയെ കൊണ്ട് നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ എന്നെ അവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള അനുവാദം തോന്നി. പക്ഷേ ഞങ്ങൾ കോട്ടയത്തേക്ക് പോയി. കോട്ടയത്ത് ചെന്നു, കുഞ്ഞിനെ ഒന്നും കൊണ്ടുപോകണ്ട, നിങ്ങൾ ആ കുട്ടി ഞാൻ രക്ഷപ്പെടുത്തുന്ന രീതിയിലാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞാൻ കോട്ടയത്ത് ചെന്ന്. എന്നാൽ എൻ്റെ എനിക്കൊരു കൊച്ചമ്മയുണ്ടായിരുന്നു, എൻ്റെ അപ്പാപ്പൻ്റെ ഭാര്യ. കൊച്ചമ്മ ഒരു ടീച്ചറായിരുന്നു, നല്ല മിടുക്കിയായ ഒരു ടീച്ചർ. എൻ്റെ അവിടെ ഒരു മാവിയുണ്ട്. ഇവർ രണ്ടുപേരും കൂടിയാണ് എന്നെയും കുഞ്ഞിനെയും ആയിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോയത്. അവിടെ ചെന്ന് ഞാൻ ഒരാഴ്ച കിടന്നു. പെട്ടെന്ന് ദൈവത്തിൻ്റെ സ്തോത്രം, പെട്ടെന്ന് ഞാൻ അവിടെ ആശുപത്രി കിടന്നു. ഒരാഴ്ച കൊണ്ട് ഞാൻ ഒരു റേബൽ റൂമിൽ ചെന്നപ്പോഴേ അങ്ങോട്ട് കൊണ്ടുവിട്ടിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പോൾ അനേക കുട്ടികൾ മെഡിക്കൽ കോളേജിൽ, എനിക്കറിയത്തില്ല, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. അപ്പം ഞാൻ അവരെ വിളിച്ചു, ഓരോരുത്തരും വിളിച്ചു. ഞാനിങ്ങനെ കരയും. അവരെൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്തിനാ കരയുന്നത്? ഞാൻ പറഞ്ഞു, ഇത് എനിക്കറിയത്തില്ല. ഞാനപ്പോൾ ഇങ്ങനെ വയറിലൊക്കെ പിടിച്ച് നോക്കിയപ്പോൾ എൻ്റെ വയറില്ല. അയ്യോ, ഞാൻ പ്രസവിച്ചോ? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇത് എവിടെയാണ്, എനിക്കൊരു അറിവുമില്ല. അപ്പോൾ അവർ പറഞ്ഞു, കുഞ്ഞ് ഇത് മെഡിക്കൽ കോളേജാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ ഇനി ജീവിക്കുമോ? അവർ പറഞ്ഞു, നിങ്ങളെ പോലെയുള്ളവരെ സുഖപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഡോക്ടർമാർ ഇവിടെ ആയിരിക്കുന്നത്. നിങ്ങളൊന്നും ഭാരപ്പെടേണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ 7 ദിവസം ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പോൾ അടൂർ എന്നെ നോക്കിയ ഒരു ലേഡി ഡോക്ടറായിരുന്നു, ഒരു 50 വയസ്സ് പ്രായമുള്ള. ആ ഡോക്ടർ പറഞ്ഞത്, ആ കുട്ടി രക്ഷപ്പെട്ട് എന്ന് വന്നാലേ എന്നെ വന്നൊന്ന് കാണണമെന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ ആരോഗ്യത്തോടെ മടങ്ങി വരുവാനിടയായി. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഡോക്ടറെ ഒന്ന് കാണുവാൻ പോകണം. അങ്ങനെ ഞാനും എൻ്റെ കൊച്ചമ്മയും കുഞ്ഞുമായിട്ട് ഞങ്ങൾ അടൂർ ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. ഞാൻ ചെന്നപ്പോൾ അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ OP-യിൽ ഡോക്ടർമാരെല്ലാം ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഈ ഡോക്ടർ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഇരിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഡോക്ടറുടെ പേര് ഞാനങ്ങ് മറന്നുപോയി. അപ്പം ഞാൻ അടുത്തോട്ട് ചെന്നിങ്ങനെ നിന്നപ്പോൾ ആ ഡോക്ടർ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നു. അപ്പം ഞാൻ ഡോക്ടറെ എന്ന് വിളിച്ചപ്പം ഡോക്ടർ ഇങ്ങനെ എന്നെ ഒന്ന് നോക്കിയപ്പോൾ ആ ഡോക്ടർ കരയുന്നതാണ് ഞാൻ കണ്ടത്. ആ ഡോക്ടറുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇങ്ങനെ വീഴുന്നു. ഡോക്ടർ എന്നെ മനസ്സിലായോ ചോദിച്ചപ്പം ഗ്രേസി അല്ലേ എന്ന് ചോദിച്ചു. ഡോക്ടർ കരഞ്ഞിട്ട് എൻ്റെ അടുത്തിരിക്കാനും പറഞ്ഞു. അപ്പോൾ ഒരു അമ്മയെ പോലെ എന്നെ തലോടുവാനിടയിൽ എന്നോട് പറഞ്ഞു, മോളെ, ഞാൻ ഇത്ര വർഷം ഞാൻ ഡോക്ടർ ജോലി ചെയ്യുന്നു, പക്ഷേ നിന്നെ പോലൊരു വ്യക്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷിച്ചിട്ടില്ല. എന്തു പറ്റിയെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ എനിക്കുണ്ടായ അനുഭവങ്ങളും ദൈവം സംസാരിച്ച കാര്യവും സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഡോക്ടർ, അവിടെ ഇരുന്ന ഡോക്ടർമാരെ എല്ലാം വിളിച്ചു, അയ്യോ, നിങ്ങളെല്ലാവരും ഇനി വന്ന് ഗ്രേസി സംസാരിക്കുന്നത് കേട്ടോ, പറയുന്നത് കേട്ടോ. അപ്പോൾ ഡോക്ടർമാരെല്ലാം ഇവിടെ വന്ന് എൻ്റെ ഈ സാക്ഷി കേൾപ്പാനിടയായി. എനിക്ക് അങ്ങനെ അവരോട് അല്പം സുവിശേഷം പറയുവാനിടയായി. എൻ്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷമായിട്ട് ഞാൻ ഇന്നും കാണുന്നു. എന്നോട് പറഞ്ഞു, എന്നാൽ സ്റ്റിച്ച് എടുത്ത് തരാൻ. ചെന്നപ്പോൾ ഞാൻ സ്റ്റിച്ച് എടുത്തപ്പോൾ അല്പം വേദന തോന്നിയപ്പോൾ ഞാൻ ഞെട്ടിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ എന്ത് വേദനകളാണ് നീ അനുഭവിച്ചത്? എന്നാൽ ഇതൊന്നുമില്ല. ഒരു അമ്മയെ പോലെ എന്നെ സ്നേഹത്തോടെ ആ ഡോക്ടർ എന്നെ കാണുവാനിടയായി. അങ്ങനെ അവിടെ നിന്നും ഞാൻ വീട്ടിൽ പോകുന്നു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൻ വടക്കേ ഇന്ത്യയിലായിരുന്നു, വന്നില്ല. കുഞ്ഞിന് 1 വയസ്സ് കഴിഞ്ഞു. 1 വയസ്സ് കഴിഞ്ഞപ്പോൾ നാട്ടിൽ വരുവാനിടയായി. വന്നു കഴിഞ്ഞ് എന്നോട് ഞാനും ദൈവവുമായിട്ടാണ് ഈ തീരുമാനമെടുത്തത്. ഞാൻ കർത്താവിൻ്റെ വേല, സുവിശേഷ വേല ചെയ്തോളൂ, വേറെ ആർക്കും അറിയത്തില്ല. ഞാൻ എൻ്റെ കർത്താവിനോട് മാത്രമാണ് പറഞ്ഞു. ഞാനും ദൈവമായിട്ടുള്ള കാര്യത്തിലാണ് ആ തീരുമാനം ഞാൻ എടുത്തത്. എന്നാൽ പെട്ടെന്ന് ഞാനതങ്ങ് മറന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു, എനിക്ക് മടിയാണ് സുവിശേഷ വേല ചെയ്യുവാൻ. ചെറുപ്രായം മുതലേ എനിക്ക് സുവിശേഷ വേല ഇഷ്ടമാണെങ്കിലും സുവിശേഷ വേല ചെയ്യുവാൻ പാസ്റ്ററായിട്ട് ഇരിക്കുവാനുള്ള ഒരു സന്തോഷം എനിക്കില്ലായിരുന്നു. എന്നാൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവൻ കടന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിനിയും ഡൽഹിയിലേക്ക് കടന്നു പോകാം, ഞാനും വരുന്നു, ഞാൻ ടൈപ്പൊക്കെ പഠിച്ചല്ലോ, എനിക്ക് അവിടെ ജോലി കിട്ടും, നമുക്ക് പോകാം. ഞങ്ങളെന്ന് മൂത്ത കുഞ്ഞുമായിട്ട് ഡൽഹിയിലേക്ക് കടന്നു പോകാനിടയായി. അവിടെ ചെന്ന് ദൈവത്തിന് സ്തോത്രം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പ്രസവ സംബന്ധമായി ഇത്രയും കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടില്ല. എന്നാൽ ഡൽഹിയിൽ ചെന്നപ്പോൾ ഞാൻ വളരെ വേദനകളും പ്രയാസങ്ങളും സങ്കടങ്ങളും അനുഭവിച്ചു. കർത്താവിൻ്റെ ദാസന്റെ ജോലിയെ ദൈവം കളഞ്ഞു. അവിടെ പച്ചവെള്ളം വേണമെങ്കിലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം. അവിടെയുള്ള ജീവിതം അങ്ങനെയാണ്. എന്നാൽ ഞങ്ങൾ വളരെ പട്ടിണിയിലായി, വളരെ ദാരിദ്ര്യത്തിലായി. 1 ഗ്ലാസ് വെള്ളം പോലും കുടിക്കുവാൻ, കുഞ്ഞിന് 1 ഗ്ലാസ് പാല് പോലും കൊടുക്കുവാൻ ഞങ്ങളുടെ കയ്യിലില്ലാതെ പോയി. ജോലിയും ദൈവം കളഞ്ഞു. ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്ഷീണിച്ച് ഞാനൊരു 25 കിലോ വരെയായി. അത്രയ്ക്ക് ഞങ്ങൾ ക്ഷീണിക്കുവാനിടയായി. കർത്താവിൻ്റെ ദാസന് ജോലിക്ക് പോകാൻ കഴിയാതായി. ഇവർ വളരെ വിഷമപ്പെട്ട് ഞാൻ പിന്നെ അവിടെ ഒരു ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട്, ഞങ്ങൾ AG-യിലെ ചർച്ചയാണ്, അവിടുത്തെ പാസ്റ്ററും അവിടെയുള്ള വിശ്വാസികളുമായിട്ട് വളരെ സന്തോഷത്തോടെ, അന്നും പാടുവാനൊക്കെ ഒരു അല്പം വാസനയുള്ളതുകൊണ്ട് പാട്ടുകളൊക്കെ പാടുമ്പോൾ അവർക്ക് വലിയ ഇഷ്ടമാണ്. ബോർഡിൽ പാട്ടൊക്കെ എഴുതിയിട്ട് അവരെ പഠിപ്പിക്കും. അങ്ങനെ കർത്തദാസൻ ജോലിക്ക് അന്വേഷിച്ചു പോകുന്ന സമയത്ത് ഞാൻ കുഞ്ഞുമായിട്ട് ഇവിടെ കടന്നു വരും. കർത്താവിൻ്റെ ദാസന് പാട്ടൊക്കെ പാടുമ്പോൾ അവിടെയുള്ളവരൊക്കെ എനിക്ക് അല്പം പൈസയൊക്കെ തരും. അങ്ങനെ ഞങ്ങൾ ദാസൻ അറിയാതെ ഞാൻ അവിടുന്ന് അല്പം ആഹാരങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കും. അങ്ങനെയായി എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ പിന്നെ ലെറ്റർ ഇട്ട് അറിയിക്കുവാനിടയായി.
നിങ്ങൾക്ക് എന്നെ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഡൽഹിയിൽ വന്ന് എന്നെ രക്ഷിക്കണം എന്ന് പറയുവാനിടയായി. ആ കത്തിന് പ്രകാരം എൻ്റെ മൂത്ത ബ്രദറും അതുപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് രണ്ടുപേരും കൂടെ ഇളയ ബ്രദറും അവരിവിടെ കടന്നു വരുവാനിടയായി. ഡൽഹിയിൽ കടന്നു വന്ന് പിന്നെ ഞങ്ങൾ ഒന്നിച്ച് കുടുംബമായിട്ട് നാട്ടിലോട്ട് പോരുകയാണ്. അവിടെ ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ ഞാൻ മരിക്കുവാൻ വരെ കടന്നു പോയതാണ്. ഒരു ദിവസം രാത്രിയിൽ കുഞ്ഞിനെ തോളിലിട്ടുകൊണ്ട് ഞാൻ ബസ് വരുന്നു, ബസ്സിന്റെ മുൻപിൽ ചാടുവാനായിട്ട് ഇങ്ങനെ ഗേറ്റ് തുറന്ന് അങ്ങോട്ട് പോയപ്പോൾ പ്രിയപ്പെട്ടവൻ എൻ്റെ പുറയിൽ വന്ന് എന്നെ ഇങ്ങനെ തട്ടുവാനിടയിൽ നീ അവിടെ പോവാ. ഞാൻ മരിക്കുവാനായിട്ട് കടന്നു പോയതാണ്. അതുപോലെ ദൈവം എന്നെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തി. 4-ാം കാലിൽ ഞാൻ അവിടെ ഡൽഹി നടന്നിട്ടുണ്ട്. 4-ാം കാലിൽ നടന്ന് എനിക്ക് ആഹാരം കഴിക്കുവാനില്ലാതെ വിഷമിച്ച് ഇങ്ങനെ നീർന്നു നിൽക്കുവാൻ വയ്യ. അങ്ങനെയുള്ള അവസ്ഥയിൽ വളരെ വേദനകളും പ്രയാസങ്ങളും അനുഭവിച്ചു. അതിന്റെ നടുവിൽ നിന്ന് പ്രിയപ്പെട്ടവൻ പറഞ്ഞു, ഇനി എന്ത് വേണേലും നമുക്ക് നാട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ട്രെയിൻ കയറി നാട്ടിലേക്ക് വരുവാനിടയായി. ഇവിടെ വന്നപ്പോൾ കർത്തദാസൻ ഇവിടെ ദൈവവചനം പഠിക്കുവാനായിട്ട് ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് പായിപ്പാടില് അവിടെ ഞങ്ങളുടെ തോമസ് ഫിലിപ്പ് സാർ അന്നുണ്ടായിരുന്നു. സാറിന്റെ ബൈബിൾ കോളേജിൽ പഠിക്കുവാനായിട്ട് എല്ലാം പൂരിപ്പിച്ച് കാര്യങ്ങളെല്ലാം റെഡിയായി സാറിനെ ചെന്ന് കണ്ടു. പോകുന്നതിന്റെ തലേ ദിവസമായപ്പോൾ പ്രിയപ്പെട്ടവന് ഒരു വിസ വരുന്നു. മസ്കറ്റിൽ നിന്നും എന്റെ പേരപ്പന്റെ മകൻ അവിടുത്തെ ഒരു അമേരിക്കൻ കമ്പനിയുടെ മാനേജരാണ്, ഒരു വിസ അയച്ചു കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എന്റെ പിതാവ് പ്രിയപ്പെട്ടവന്റെ കൊടുത്തിട്ട് പറഞ്ഞു, നീ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, ഇത്രയൊക്കെ കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ അനുഭവിച്ചു, വടക്കേന്ത്യയിൽ ചെന്ന് ഒരുപാട് അനുഭവിച്ചു. നമ്മളിവിടെ ആയിരുന്നു, ഇപ്പോഴൊന്നും എനിക്കിങ്ങനെ ഒരു വിസ വരുവാനിടയായില്ല. ദൈവവേലയ്ക്ക് വേണ്ടി പോകാൻ സമർപ്പണത്തോടെ ആയിരുന്നപ്പോൾ എനിക്ക് വിസ വന്നു, ഞാൻ പോകുന്നില്ല. ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ഉദ്ദേശമുള്ളപ്പോൾ അല്ലെങ്കിൽ ദൈവവേല ചെയ്യുന്ന സമയത്ത് ദൈവം എന്നെ അയക്കുവാണെങ്കിൽ ഞാൻ പോയിക്കോളാം, ഇപ്പം ഞാൻ അതിന് പോകുന്നില്ല എന്ന് പറയുവാനിടയായി. അങ്ങനെ ആ വിസ വേറെ ഞങ്ങളുടെ ഒരു അളിയന് ആ വിസ കൊടുത്തു. എന്നാൽ പിറ്റേന്ന് ദൈവവചനം പഠിക്കുവാനായിട്ട് കടന്നുപോയി. അവിടെ 2 വർഷം ദൈവവചനം പഠിച്ച് ഇറങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾക്കൊരു വേറെ സ്ഥലം കിട്ടി. അതാണ് അടൂർ ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് പാറക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് കർത്താവിന്റെ വേലയിൽ ഞങ്ങൾക്കായിരിക്കുവാനിടയായത്. അപ്പോൾ രണ്ടാമത്തെ എനിക്കൊരു പെൺകുഞ്ഞും ഉണ്ടായി. അങ്ങനെ 2 മക്കളുമായിട്ട് ഞങ്ങൾ അവിടെ 93-ലാണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. ദൈവത്തിന്റെ സ്തോത്രം. 1989-ലാണ് 88-ൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 89-ലാണ് എനിക്ക് ഈ മോന്റെ ഡെലിവറിയോടനുബന്ധിച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത്. എന്നാൽ കടന്നു വന്ന് ഇപ്പോൾ ഞങ്ങൾ അതിനുശേഷമായി ഇപ്പോൾ 32 വർഷമായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങി തിരിച്ചിട്ട്, അതും ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് പായിപ്പാട് ആ സഭയുടെ ബന്ധത്തിലാണ് ഞങ്ങളായിരിക്കുന്നത്. 11 സഭകളിൽ ഞങ്ങൾക്ക് മാറി മാറി പാസനേജുകളിൽ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ ജോലി ചെയ്യുവാനിടയായി. അവിടെയൊക്കെയും പാസനേജ് ജീവിതമാണല്ലോ. വളരെ കഷ്ടപ്പാടുകളും പ്രതികൂലങ്ങളും സങ്കടങ്ങളും അനേക സങ്കടങ്ങൾ, കഷ്ടതകൾ, പട്ടിണികളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കർത്താവിന്റെ വേലയിൽ. അവിടെ ഒന്നും പിറുപിറുപ്പില്ലാതെ ദിവസങ്ങളിൽ നിലനിൽപ്പാൻ എന്നുവരെയും സഹായിച്ചു. ഇപ്പോൾ ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത് റാന്നിക്കടുത്തുള്ള വെച്ചുച്ചിറ മണ്ണടിശാല എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയോട് അനുബന്ധിച്ച് ഞങ്ങളായിരിക്കുന്നു. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവൻ കർത്താവിന്റെ വേലയിലാണ്. അതുപോലെ തന്നെ 2 കുഞ്ഞുങ്ങളെ ദാനം തന്നു. മൂത്ത കുഞ്ഞ് മോനെ പ്രസവത്തിലാണ് എനിക്കിങ്ങനെ ഡെലിവറി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതിനുശേഷമാണ് രണ്ടാമത്തെ ഒരു മോളെയും തന്നു. എന്നാൽ മൂത്ത മോന് നല്ല വിദ്യാഭ്യാസം ചെയ്യിക്കുവാനിടയായി. എംപിൽ വരെയും പഠിച്ചു. ഒരു ജോലിക്ക് വേണ്ടി ഞങ്ങളെക്കാട്ടിലും ഞങ്ങളുടെ പിതാവ്, കർത്താവിന്റെ ദാസന്റെ പിതാവ്, എപ്പോഴും ഞാൻ കാണും കുമ്പനാട് ഭവനത്തിൽ പിതാവ് ഒരു മൂലയിലിരുന്നു കണ്ണുനീര് ഇങ്ങനെ ഞാൻ ചെന്ന് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒഴുക്കുന്ന എൻ്റെ കുഞ്ഞിനെ ഇത്രയും പഠിച്ചൊരു ഗവൺമെന്റ് ജോലി അവന് കിട്ടണേ എന്നുള്ള പിതാവ്. എൻ്റെ ആ ഒരു പ്രാർത്ഥന, നല്ലൊരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു, നല്ല ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു ഞങ്ങളുടെ പിതാവ്. പിതാവിന്റെ പേര് CP ജോസഫ് എന്നാണ്. പാസ്റ്റർ CP ജോസഫ് കുമ്പനാട്. അദ്ദേഹം ഇന്ത്യ മൊത്തം സഞ്ചരിച്ച അനേക ആത്മാക്കളെ സ്നാനപ്പെടുത്തുകയും അനേക ആത്മാക്കളെ നേടുകയും ചെയ്ത ഒരു പിതാവാണ്. ഇന്ന് നിത്യതയിൽ ഞങ്ങളുടെ പിതാവ് വിശ്രമിക്കുന്നു. എന്നാൽ ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം, പിതാവിന്റെ ആ പ്രാർത്ഥന ഞാൻ സങ്കടത്തോടെ ഞാൻ അത് കേട്ടിട്ടുണ്ടോ, കണ്ണുനീര് ഇങ്ങനെ ഒഴുകി നെലുത്തൂടെ ഒഴുകി പ്രാർത്ഥിക്കുന്നതായിട്ട്. ആ പിതാവ് ഇന്ന് നിത്യതയിൽ പ്രവേശിക്കുന്നുവെങ്കിലും ഞങ്ങളുടെ മോനിപ്പോൾ ഒരു ഗവൺമെന്റ് ജോലി അധ്യാപകനായിട്ട്, ഹൈസ്കൂൾ അധ്യാപകനായിട്ട് കിട്ടുവാനിടയായി. അത് ഞങ്ങളുടെ പിതാവിന്റെ പ്രാർത്ഥനയുടെ ഫലമാണെന്നാണ് എനിക്ക് 100% പറയുവാനുള്ളത്. ഞങ്ങളും വളരെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞങ്ങൾ കർത്താവിന്റെ വേലയിലൊക്കെ ആ കുഞ്ഞുങ്ങളൊക്കെ മോനൊക്കെ വളരെ കഷ്ടതകൾ അനുഭവിച്ചതാണ്. വളരെ പട്ടിണികളും ദാരിദ്ര്യങ്ങളൊക്കെ അനുഭവിച്ച സമയങ്ങളുണ്ട്. എന്നാൽ ഇന്ന് മാന്യമായിട്ട് അവന് നല്ലൊരു വിവാഹം, കവിയൂരുന്നൊരു പെൺകുഞ്ഞിനെ വിവാഹം കഴിച്ചു. അവർക്ക് ദാനമായി ഒരു കുഞ്ഞിനെയും കൊടുത്തു. അവർ കുടുംബമായിട്ട് ഇപ്പോൾ മലപ്പുറത്ത് കുറ്റിപ്പുറം എന്ന സ്ഥലത്ത് അവർ താമസിച്ചുകൊണ്ട് അവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. തന്നെയുമല്ല,
ദൈവവചനം നന്നായി ദൈവവചനം പറയുന്ന ഒരു പൈതൽ കൂടിയാണ്. പലയിടത്തും ശുശ്രൂഷകൾക്കായിട്ടും കൺവെൻഷനൊക്കെ പ്രസംഗിക്കും, അവിടെയൊക്കെ കടന്നു പോകുന്നു. അങ്ങനെ കർത്താവിൻ്റെ വേലയിലും പകുതി കർത്താവിൻ്റെ വേലയും ചെയ്യുന്നു. എനിക്ക് വളരെ സന്തോഷമാണ്. പെൺകുഞ്ഞ്, ദൈവത്തിന് സ്തോത്രം, അവളെ പാമ്പാടി IPCയോടനുബന്ധിച്ച് അവിടെ ആയിരിക്കുന്നു. അവരും കുടുംബമായിട്ട് വളരെ സന്തോഷത്തിൽ ആരാധിച്ച് മുൻപോട്ട് പോകുന്നു. അങ്ങനെ കുടുംബമായിട്ടുള്ള യോശുവോടെ ചേർന്ന് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും, അത് ധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയുവാൻ ഇടയായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് എനിക്ക് വളരെ സന്തോഷമാണ്. എൻ്റെ സഹോദരങ്ങൾ അതുപോലെ തന്നെ പഴകുളത്ത് എൻ്റെ 2 സഹോദരങ്ങൾ പാസ്റ്റർ വിൽസൺ, ജോൺസൺ, അങ്ങനെ അവർ, എൻ്റെ സഹോദരി അന്നമ്മ രാജു പാസ്റ്റർ, അവരുടെ മക്കള്, അവരെല്ലാം കർത്താവിൻ്റെ വേലക്കാരാണ്. ദൈവത്തിൻ്റെ സ്തോത്രമാണ്. ഞങ്ങളൊരു ഫാമിലി കുടുംബമാണ്. അതുപോലെ തന്നെ എൻ്റെ കുമ്പനാട്ട് എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ഭവനം, അവിടെ 4 സുവിശേഷ, ആ ഭവനത്തിൽ 7 മക്കളാണ്. അതിൽ 4 പേരും സുവിശേഷ വേലക്കാരാണ്. അങ്ങനെ ഞങ്ങളുടെ 2 ഫാമിലി നോക്കിയാലും ഞങ്ങളെല്ലാം കർത്താവിൻ്റെ വേലയിൽ ചെയ്യുന്നു. ഇന്ന് വളരെ സന്തോഷത്തോടെ ദൈവം തരുന്ന ആയുസ്സും ആരോഗ്യം എല്ലാം കർത്താവിന് വേണ്ടി മാത്രം പ്രയോജനപ്പെടുവാൻ, അന്യയിടങ്ങൾ കടന്നുപോയി കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് ഞങ്ങളെ കുടുംബമായി സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു അനുകരിക്കപ്പെട്ട സാക്ഷി നിങ്ങളുടെ മുൻപാകെ പറയുവാൻ ദൈവം എന്നെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് നിർത്തുന്നു.